ഉണ്ട്. ആർക്കാണ് ടൈറ്റാനിക്, ആർക്കാണ് കഹോന? ഇതിന്റെ ലേറ്റസ്റ്റ് ഉണ്ടോ? കഹോനയുടെ ഉണ്ടോന്നാ? മനീഷ കൊയ്രാല, ഷാരൂഖ് ഖാൻ, ജൂഹി ചൗള, സൽമാൻ ഖാൻ ഇവരൊക്കെ അഭിനയിച്ച ലേറ്റസ്റ്റ് പടത്തിന്റെ പ്രിന്റ് തരാം. അതേത് കാസറ്റാ? ആ പടത്തിന്റെ പേരെന്താ? പേരിട്ടിട്ടില്ല. അതെന്താ? അയ്യോ, അതിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുള്ളൂ. അതിന്റെ ഫസ്റ്റ് പ്രിന്റ് ആയാൽ ഫസ്റ്റ് കോപ്പി ഞാൻ എത്തിച്ചേരാം. നിന്റെ ഒരു ഫസ്റ്റ് കോപ്പിയും സെക്കൻഡ് കോപ്പിയും അതൊക്കെ ഞങ്ങൾ എടുത്തു തരാം. കട എടുക്കണ കട അടക്കാൻ എന്താ ഇന്ന് അർത്ഥല്ല? അതങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. സിനിമ ഇറക്കുന്നതിന് മുമ്പ് നിന്റെ ഒരു കാസറ്റ് കച്ചവടം. എവിടെയാണ് നിന്റെ കൂട്ടുകാരൻ മറ്റേ റാസ്കൽ? റാസ്കളോ? കൂട്ടുകാരനോ? പറടാ, എവിടെണ്ടവൻ? ഇവനും അവനും കൂടെ ചേർന്നാ കട നടത്തുന്നത്. രണ്ടും തരിയുടെ പാർട്ടികളാ. അവനും കൂടി വന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. സാറ് പറയും പോലെ കോടതി കൊണ്ടുപോയി കഴിഞ്ഞാ ഒരുപാട് നൂലാമാലകളാ. ഇവിടെ വെച്ച് തന്നെ നമുക്കൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാം. വിളിക്കണവനെ. ആരെ വിളിക്കണ കാര്യമാണ്? നിന്റെ പാർട്ണറെ. ആരാണ് നിന്റെ പാർട്ണർ? പറയില്ല. ഈ ശശാങ്കന് കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവന്റെ പേര് പറയില്ല. എന്നെ ശിക്ഷിച്ചോ, എത്ര കാലം വേണമെങ്കിലും ശിക്ഷിച്ചോ. ഈ ജയിലോ, സെൻട്രൽ ജയിലോ, വീർ ജയിലോ, തീഹാർ ജയിലോ വേണമെങ്കിലും കിടത്തിക്കോ. എന്നാലും ഞാൻ അവന്റെ പേര് പറയില്ല. നന്ദകുമാർ, സണ്ണോ പാസ്തു, പണിക്കർ, പുത്തംവീട്, ആമക്കാട് വഴി, പോസ്റ്റ്, പിൻകോഡ് 67863. ദൈവമേ, ഗേറ്റ് തുറക്കണേ. പുഷ്കരാ ചേട്ടാ, ചേട്ടാ അത്യാവശ്യം കാര്യം പറയാനാ. ചേട്ടൻ കഥ ഇങ്ങോട്ട് വരാല്ലേ പറഞ്ഞു. ഇങ്ങോട്ട് വന്ന് ചേട്ടാ. ചെയ്യരുത്. ഒന്നും ചെയ്യാനല്ലേ ചേട്ടാ, കാല് പിടിക്കാനാണ്. എന്നെ രക്ഷിക്കണം പുഷ്കരാ ചേട്ടാ. 50,000 രൂപ ഇപ്പൊ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നോ എന്ന് പറയരുത്. ഒറ്റ രൂപ പോലും തരുന്ന പ്രശ്നമില്ല അന്തകുമാര. 1997 തന്നതിന്റെ പലിശ ഇപ്പോഴും ബാക്കിയാ. 98 തന്ന മുതലിന്റെ 3/4 ഓഹരിയും ബാക്കിയാ. 99 തന്നത് മുഴുവനും ബാക്കിയാ. അതുകൊണ്ട് നന്ദകുമാര, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ഇത്തവണയും കൂടി എന്നെ രക്ഷിക്കണം പുഷ്കരാ ചേട്ടാ, പ്ലീസ്. ഞാൻ കാല് പിടിക്കല്ലേ. കാലിന്ന് വിട്. വിടില്ല. മാനം പോണ കേസാ പുഷ്കരാ ചേട്ടാ. അതിന് നിന്റെ മാനം എന്നേ പോയി കിടക്കല്ലേ. ഇത്രയും കാലം ഞാൻ നിന്നെ സഹായിച്ചതേ നിന്റെ അച്ഛൻ വാസുദേവ പണിക്കരെ ഓർത്തിട്ടാ, നിന്റെ ആ പാവം തള്ള ഓർത്തിട്ടാ. അത് തന്നെയാ പുഷ്കരാ ചേട്ടാ ഞാനും പറയുന്നത്. കുട്ടിക്കാലത്ത് ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോയ അച്ഛൻ, പാവം അമ്മ. ഇൻസ്പെക്ടർ പറയുന്നത് 3 കൊല്ലം വരെ കഠിന തടം ഉണ്ടാവും പൈസ കൊടുത്തില്ലെങ്കിലെന്നാ. എങ്ങനെ എന്റെ അമ്മയും പെങ്ങളും ഇത് സഹിക്കും? തൂങ്ങിച്ചാവില്ലേ അവര്? അവരെ ഓർത്തെങ്കിലും ഒരു കാര്യം ചെയ്, ആ കട പുഷ്കരാ ചേട്ടാ എടുത്തു. എന്നിട്ട് എനിക്കൊരു 50,000 രൂപ അതാ. ശരി ശരി, 50 ഇല്ല 30. ചേട്ടാ, ആ കടയും 98 പണയം വെച്ച ആ വാക്കടപ്പറമ്പിന്റെ ആധാരവും എന്റെ പേരിൽ റഷീദ് എന്നൊക്കെ. ചേട്ടാ, ആരുടെയും സങ്കടം കണ്ടുവെക്കാൻ എനിക്ക് കഴിയില്ലേ, അതോണ്ടാ. ഇനി ഇതില് ഭംഗിയായിട്ടൊരു ഒപ്പിട്ടെ. ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ എഴുതിക്കോളാം, നീ ഒപ്പിട്. 20,000 രൂപ കൂടെ കിട്ടിയാലേ ഞാൻ ഒപ്പിടും. 20,000 രൂപ കൂടെ കിട്ടിയാലേ ഞാൻ ഒപ്പിടും. നീ ആള് കൊള്ളാലടാ. ഒപ്പിട്. ഇത്രയധികം പൈസ ഇത്രയും പെട്ടെന്ന് എവിടെ ഒപ്പിച്ചു? ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്തു. കഴിഞ്ഞ മാസം മമ്മി ഒരു 50,000 റുപ്പീസ് പോക്കറ്റ് മണി ആയിട്ട് തന്നു. ഞാനത് ബാങ്കിലിട്ടു, മറന്നു. ഇന്നാണ് ഓർത്തത്. ഏത് ബാങ്കില്? വേൾഡ് ബാങ്കിൽ. ഊതിയതാണല്ലേ? അല്ലടാ, സത്യം. ആ പിന്നെ നീ ഒരു ഹാപ്പി ന്യൂസ് അറിഞ്ഞു? ഇല്ല. നമ്മുടെ വീഡിയോ ഷോപ്പില്ലേ, അത് പുഷ്കരാ ചേട്ടൻ എഴുതി കൊടുത്തു. എപ്പോ? ഇന്ന് രാവിലെ 11:30ക്കും 11:45 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ. ഞാനില്ലാതെ പോയല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ എഴുതി കൊടുക്കണ എനിക്കും കൂടി കാണാമായിരുന്നു. നിന്നെ അവര് വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ലേ? ഒന്നും. എടാ നന്ദു, ഈ കണ്ണിന്ന് പൊന്നിച്ച പറക്കുന്ന ആൾക്കാർ പറയാറില്ലേ, ഞാനത് വിശ്വസിച്ചിട്ടേ ഇല്ല. ഒരൊറ്റ അടി എന്റെ കണ്ണിന്ന് ശരിക്കും പൊന്നിച്ച പറഞ്ഞടാ. ആ ഒറ്റ അടിയിൽ നിന്റെ അഡ്രസ്, നിന്റെ അമ്മയുടെ അഡ്രസ്, നിന്റെ അച്ഛന്റെ അഡ്രസ്, പിൻകോഡ് അടക്കം ഞാൻ പറഞ്ഞു കൊടുത്തടാ. ആ വാസുദേവൻ വൈദ്യരുടെ മോനല്ലേ താൻ? ഇങ്ങനെ ഓരോ തരികട പരിപാടിയും കൊണ്ട് വരുന്ന ആ വലിയ മനുഷ്യന്റെ പേര് കളഞ്ഞു വിളിക്കണോ? നിർത്തി, ഇത് അവസാനത്താ. ആ പോ ഓടോ. അമ്മ ഒന്ന് സമാധാനായിട്ടിരിക്കെ. ഏട്ടനിത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഓരോ ഏടാ കൊടുത്തിച്ചും ചാടുന്നത്. ആ ദേ വരണുണ്ട്. എന്താടാ, പോലീസ് പിടിക്കാൻ മാത്രം എന്താ ഉണ്ടായേ? ഓ, ഇവിടെ അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ അറിയാണ്ടിരിക്കോ? അത് കേട്ടപ്പോ മുതൽ പരിഭ്രമിച്ചിരിക്കുക അമ്മ. പരിഭ്രമിക്കാൻ ഒന്നും ഇല്ലമ്മേ. ഒരു വ്യാജ കാസറ്റ് കേസ്.
നമ്മുടെ കോപ്പിറൈറ്റ് ആക്ട് 63 1 മുതൽ 3 കൊല്ലം വരെ കഠിനടവാ കേസ്. അത് ഇന്ത്യയില്, അമേരിക്കയിലാണെങ്കിൽ അതിലും കൂടും. പക്ഷെ നമ്മൾ വിദഗ്ധമായിട്ട് അതിനകത്ത് നൂരി വേറൊരാൾ കൊണ്ടുവന്ന കാസറ്റാ. പ്രശ്നം തീർന്ന്, കട പൂട്ടി. എന്തിനാ മോനെ ഇങ്ങനെയുള്ള ഏർപ്പാടിനൊക്കെ നിൽക്കുന്നത്? പഠിത്തവും ബിരുദവും ഉള്ള ആളല്ലേ നീ? ഒന്നുമില്ലെങ്കിൽ 5 or 10 കുട്ടികളെ വിളിച്ചിരുത്തി 4 അക്ഷരം പഠിപ്പിച്ചൂടെ നിനക്ക്? മുഴത്തിന് പാരൽ കോളേജാ നാട്ടിൽ. അതും 150 ഡിഗ്രികളുള്ള റിട്ടയർഡ് പ്രൊഫസർമാരാ നടത്തുന്നത്. അതിനിടയിലാ ഞാൻ. വേണ്ട, അത് വയ്യെങ്കി വേണ്ട. അച്ഛന്റെ ഗ്രന്ഥങ്ങളില്ലേ മച്ചില്, അത് നോക്കി പഠിച്ച് എന്തെങ്കിലും മരുന്ന് കൊടുത്തൂടെ വരുന്നവർക്ക്? ബെസ്റ്റ് ഉപദേശം. ഒരമ്മ മകന് ഇതിൽ കൂടുതൽ നല്ലൊരു ഉപദേശം കൊടുക്കാനില്ല. എന്റെ പൊന്നമ്മേ, IPC 419 420 വകുപ്പ് 3 വർഷം വരെ കഠിനടവാ. അത് ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒരുപോലെ. നീ എന്തൊക്കെയാ പറയുന്നേ? വല്ല മരുന്നും കൊടുത്തു വല്ലവനും തട്ടിപ്പോയാലേ വായിക്കാറില്ലേ പത്രത്തില്, ആ ഡോക്ടറെ തടഞ്ഞു വെച്ചു, ഈ ഡോക്ടറെ പുറത്ത് കേസെടുത്തു എന്നൊക്കെ. ഡോക്ടർ ആവാനല്ല ഞാൻ പറഞ്ഞത്. അറിയണ മരുന്ന് ഒറ്റമൂലികളും കൊടുത്ത് രോഗം ഭേദമാക്കാനാ എത്ര ആളുകളെ അന്വേഷിച്ചു വരുന്നത്. അത് തന്നെ ഡോക്ടർമാരും ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഒറ്റമൂലികളാന്നേ ഉള്ളൂ. ധന്വന്തിരിയുടെ വരപ്രസാദം കിട്ടിയ ആളായിരുന്നു നിന്റെ അച്ഛൻ. ആ കൈപുണ്യത്തിന്റെ പാരമ്പര്യം നിനക്കും ഉണ്ടാവില്ലേ? ആ ജ്ഞാനത്തിന്റെ ഒരു അംശം നിന്നിലും ഉണ്ടാവില്ലേ? ജ്ഞാനിയായിട്ടായിരിക്കും നമ്മളെയൊക്കെ ഉപേക്ഷിച്ചു പോയത്. എനിക്ക് വയ്യ നിന്നോട് തർക്കിക്കാൻ. അമ്മയുടെ നേർക്ക് ചാടിയിട്ട് എന്താ കാര്യം? ആട്ടെ, എന്താ ഇനി അടുത്ത പരിപാടി? എന്തെങ്കിലും ചെയ്യണം, കുഴപ്പം വരാത്ത എന്തെങ്കിലും. എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന കാര്യം നടക്കോ? എല്ലാ ചിപ്പികളും തുറന്നു നോക്കണം നമ്മള്. ഏതിലാ മുത്തുണ്ടാവുന്ന അറിയില്ലല്ലോ. ഒരുപാട് ചിപ്പികൾ നമ്മൾ തുറന്നു നോക്കിയല്ലോ, മുത്തു പോയിട്ടൊരു കല്ല് പോലും കണ്ടില്ലല്ലോ. എന്തെല്ലാം ബിസിനസ്സാ നമ്മൾ തുടങ്ങിയത്. ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു ടെലിഫോൺ ബൂത്തും ഫോട്ടോസ്റ്റാറ്റും. ഒരു ഹർത്താലിന് അത് പോയി കിട്ടി. പഴയങ്ങാടിയിൽ ഒരു ഫോട്ടോ സ്റ്റുഡിയോ. നീ ഫിലിം ലോഡ് ചെയ്യാതെ കല്യാണം കവർ ചെയ്ത് അടി കൊണ്ട് അടച്ചു പൂട്ടി ഷട്ടർ ഇട്ടു. കോളേജിനടുത്ത് ഒരു ലേഡീസ് സ്റ്റോർ തുടങ്ങി. ലേഡീസിനെ കണ്ടപ്പോ നിന്റെ കണ്ണു മഞ്ഞടിച്ച് വാരി കോരി കടം കൊടുത്ത് അതും പൂട്ടിച്ച്. ഇപ്പൊ ഒരു വ്യാജം വന്ന് കാസറ്റ് കടയും ഗോവിന്ദ. ആ, ഇതാ നിന്റെ കുഴപ്പം നന്ദു. മനുഷ്യനായ സ്ഥിരോത്സാഹം വേണം. കെട്ടിച്ചയക്കാൻ പ്രായമായ 5 പെങ്ങന്മാരെ എനിക്കുള്ളത്. നിനക്കൊന്നും 5 1 6. ഇവരെല്ലാം കെട്ടിച്ചയക്കണ്ടേ? അതിന് ടാറ്റയും ബിർളയും കണ്ടുപിടിക്കും. അവർക്കും 5+1 6 പെങ്ങന്മാരാണോ? ആർക്ക്? ഈ ടാറ്റയ്ക്കും ബിർളയ്ക്കും. അവരുടെ സ്ഥിരോത്സാഹം കാണുമ്പോ എനിക്ക് തോന്നുന്നത് അവർക്ക് മിനിമം 1000 പെങ്ങന്മാരെങ്കിലും ഉണ്ടാവുന്നതാണ്. അംബിഷ്യസ് ആവണം നമ്മൾ, അംബിഷ്യസ്. ഒരുപാട് ഇംഗ്ലീഷ് പറഞ്ഞ് വരട്ടല്ലേ ശശാങ്ക. ആ 50 സെന്റ് വിറ്റിരുന്നെങ്കിൽ എന്റെ നീതുവിന്റെ കല്യാണമെങ്കിലും നടത്തി കൊടുക്കായിരുന്നു. ഇതിപ്പോ ആർക്കും ഒരു ഗുണമില്ലാതെ പോയി. നിരാശനാവരുത്. വഴികൾ ഇനിയും തുറക്കപ്പെടും. ഒരു ദിവസം നമ്മൾ വിജയിക്കും. ലക്ഷ്യം കാണും, ലക്ഷങ്ങൾ കൊയ്യും. സ്വപ്നത്തിലാവും. സ്വപ്നത്തിലല്ല, സത്യത്തിൽ. അതിന് കാശ് എവിടെ? കാശ് പുഷ്കരാക്ഷേട്ടൻ തരും. ആ, ഉടനെ അങ്ങോട്ട് ചെന്നാ മതി. പുഷ്കരാക്ഷേട്ടൻ എടുത്തിങ്ങി തരും. നന്ദു, മച്ചിനകത്ത് വൈദ്യഗ്രന്ഥങ്ങളുടെ അടിയിൽ ചികഞ്ഞു നോക്കിയാൽ ഇനിയും പഴയ ആധാരങ്ങൾ കാണും. എടുത്തു കൊടുക്കണം. കൊടുത്തതൊക്കെ ഒരു ദിവസം നമ്മൾ തിരിച്ചു പിടിക്കും. ദൈവമില്ലേ നന്ദു നമ്മുടെ കൂടെ? ഉണ്ടോ? ഉണ്ട്. ഉണ്ടാവൂ? ഉണ്ടാവില്ലേ? ഉറപ്പില്ലല്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. ഇല്ല, ഇതും കൂടെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, നശിപ്പിക്കാനല്ലമ്മേ, പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേറെ വഴിയില്ലഞ്ഞിട്ടാ. നോക്ക്, ഇതും കൂടി ആ പുഷ്കരാക്ഷന്റെ കയ്യിൽപ്പെട്ട എന്തായിരിക്കും നമ്മളുടെ സ്ഥിതി? ഒരു ദിവസം അയാൾ ഇവിടെ നമ്മളോട് ഇറങ്ങി പോകാൻ പറഞ്ഞ എവിടെ പോകും നമ്മള്? കല്യാണപ്രായ ഒരു പെണ്ണിവിടെ ഉണ്ടെന്നെങ്കിലും നീ ഓർക്കണം. ഇനി എത്ര കാലം വെച്ചാ ഇവിടെ ഇവിടെ പിടിച്ചു നിർത്തുക? എല്ലാം ഉറപ്പിച്ചു വെച്ചതല്ലേ നമ്മള്? നീ ഒറ്റ ഒരുത്തന്റെ അനാസ്ഥ കാരണം ഇതിങ്ങനെ നീണ്ടു പോണത്. അവരായിട്ട് സ്ത്രീധനൊന്നും ചോദിച്ചിട്ടില്ല. എന്നാലും അവളുടെ പേരിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മള്? ആകെയുള്ള ഇതും കൂടെ തൊലച്ചാൽ ഇത് അങ്ങനെ ഒന്നും ആവില്ലമ്മേ. ഇന്റർനെറ്റ് കഫേണ് ഞങ്ങൾ ആരംഭിക്കാൻ പോണത്. നീയാണ് ഇതൊക്കെ ഇവൻ ഓതി കൊടുക്കുന്നല്ലേ? ഒരു കാപ്പി ക്ലബ്ബുകാരൻ. നിന്റെ പറമ്പിന്റെ ആധാരം വെച്ചിട്ടായിക്കൂടെ? ആ ആധാരം ഞാൻ വാടക വീണ്ടും ഉടമസ്ഥനോട് ചോദിച്ചു നോക്കി തരണ്ടേ? അതുകൊണ്ട് ആകെ ഇവിടെ ആധാരം കൊണ്ട് തൊലയ്ക്കാന്നല്ലേ? ഒരു നല്ല ഉദ്ദേശത്തോടെ ഞാൻ പറഞ്ഞു. നമുക്ക് കിട്ടില്ലെങ്കിൽ വേണ്ട, വേറെ വല്ലതും നോക്കാല്ലേ? ചിലപ്പോ ഇതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നെങ്കിലോ? കടമെടുത്തൊന്നും പറയണ്ടമ്മേ. വേണ്ട, ആർക്കും ഇഷ്ടമില്ലാതെ എനിക്കൊന്നും വേണ്ട. ഏട്ടാ, ഇതെടുത്തോളൂ. അമ്മ അപ്പോഴത്തെ വിഷമത്തിന് എന്തോ പറഞ്ഞതാ. അതൊന്നും കാര്യാക്കണ്ട. കുടുംബം നോക്കാനുള്ള കഴിവ് ഉത്തരവാദിത്വം നിനക്കുണ്ടെന്ന് കുറച്ചു നേരത്തേക്ക് ഞാൻ മറന്നു. സാരമില്ല, അമ്മ അന്തം ഇല്ലാണ്ട് എന്തോ പറഞ്ഞു എന്ന് കരുതിയാ മതി. എന്റെ മോൻ നന്നായി കാണുന്നേ എപ്പോഴും എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഇങ്ങനെ ബലം പിടിച്ചിരിക്കാതെ ഒന്ന് ചിരിക്കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. അനാവശ്യമായ സൈറ്റിലേക്കൊന്നും പോവല്ലേ. അതെന്താ ശശാങ്കേട്ട അനാവശ്യമായ സൈറ്റ്? അല്ല, സൗദാമിനിക്ക് ഒരു സൈറ്റ് അല്ലേ അറിയൂ. ഇത് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, വെബ്സൈറ്റ്.
ഈ പ്രായത്തില് പല സൈറ്റിലേക്കും പോകാൻ തോന്നുവേ. ഏത് സൈറ്റ് ഓപ്പൺ ചെയ്താലാ അമേരിക്കയിലേക്ക് ഒന്ന് ബന്ധപ്പെടാൻ പറ്റാ? ആ അമേരിക്കയിൽ ആരോടാ സ്വപ്നക്ക് സംസാരിക്കേണ്ടത്? അവളുടെ അമ്മായിയുടെ മകൻ അമേരിക്കയിലാ. ആഹാ, അന്നാ അയാളുടെ ഇമെയിലിൽ മെസ്സേജ് അയക്ക്. കിട്ടുന്നില്ല, മെസ്സേജ് സെൻഡ് കണ്ടു, മറുപടി ഇല്ല. എന്നാ അമ്മായിയുടെ മോനെ ഏതെങ്കിലും ബദാമമാർ അടിച്ചു മാറ്റി കാണും. നാട്ടിലുണ്ടല്ലോ സായിപ്പ് ടൈപ്പ് ചില ചുണക്കുട്ടന്മാര്. അയ്യടാ ഒരു സായിപ്പ്. എടാ സായിപ്പേ, നീ ഇവിടെ വാചോടിച്ചു നിന്നോ? 2-3 കമ്പനിക്കാരെ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് എന്തിന്? അതും മറന്നു. മറക്കുമല്ലോ, പെൺകുട്ടികളെ കണ്ട കണ്ണു മഞ്ഞളിക്കുമല്ലോ. എടാ പുതിയ ഓർഡർ തരാമെന്ന് ചന്ദ്രിക ട്രേഡിങ്ങും ഗോപാലസ്വാമിയും മൂൺബെറ്റുകാരും പറഞ്ഞല്ലേ? എന്നാ പിന്നെ നിനക്കങ്ങ് പോകായിരുന്നില്ലേ? പോകാമായിരുന്നു, പക്ഷെ അവന്മാരുടെ ഓർഡറിനെ കാട്ടിയും വലുത് എനിക്ക് ഈ സ്ഥാപനത്തിന്റെ സൽപ്പേരാണ്. മനസ്സിലായില്ല. കോഴിക്കുഞ്ഞുങ്ങളെ കുറുക്കനെ ഏൽപ്പിച്ചിട്ട് എങ്ങനെ പോവും? പണ്ട് ലേഡീസ് സെന്റർ പൂട്ടിച്ച് കൈ തന്നില്ലേ? കോഴിക്കുഞ്ഞ്, കുറുക്കന്മാര്, ലേഡി സെന്റർ, ഇവരെന്തൊക്കെയാ പരസ്പര ബന്ധമില്ലാതെ ഈ പറയണത്? ഞാൻ തന്നെ പോവാ. ആ പെങ്ങന്മാരെ, ആവശ്യമില്ലാത്തടത്ത് കുത്തിഞ്ഞെക്കി നാശകോശമാക്കരുത്. വിലപിടിപ്പുള്ള സാധനമാണ്. ലേഡീസിന്റെ മുമ്പിൽ എന്നെ നാറ്റിക്കല്ലടേ. കൈ വീശി അങ്ങ് പോയാലെങ്ങനെ? കൊട്ടേഷൻ എടുക്കണ്ടേ? ചുമ്മാ അല്ല കണ്ണ് മഞ്ഞളിച്ചെന്ന് ഞാൻ പറഞ്ഞത്. എന്താടാ ഇത് കണ്ടോ? പിന്നെ പെണ്ണുങ്ങളെ വായി നോക്കി നിൽക്കാണ്. ശശാങ്ക നീ പോവാൻ നോക്ക്. എടാ അന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കണ്ടില്ലേ ആ പാർട്ടി? ശരിയാണല്ലോ. ഏതോ വലിയ വീട്ടിലെ കുട്ടികളാന്ന് തോന്നുന്നു. ഇവരെ ആരെങ്കിലും ചതിച്ചതായിരിക്കോ? ഏയ്, ഇതൊക്കെ കുഴപ്പം കേസ്. ശരിയാക്കി തരാം. തുറന്നിട്ട് പോയിരിക്കാം, ആരുമില്ല അവിടെ. അയ്യോ പുഷ്കരാശേട്ടൻ. പുഷ്കരാശൻ 3 മാസമായി പലിശപ്പണം തന്നിട്ട് ഇതിങ്ങനെ വിട്ടാ എനിക്ക് ശരിയാവില്ല. ഞങ്ങൾക്ക് ശരിയാവില്ല പുഷ്കരാശേട്ടാ. ഒരു വഴി തെളിഞ്ഞ് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ തന്നെ 2-3 കമ്പനിയിൽ പോവാൻ നിൽക്കുക. നല്ല 2-3 ഓർഡർ ഉണ്ട്. അത് കിട്ടിയാലുടനെ പുഷ്കരാശേട്ടന്റെ പണം അതാണ് ആദ്യം. ഓർഡർ കിട്ടിയില്ലെങ്കിലോ? കിട്ടും, കിട്ടാതിരിക്കില്ല. എന്നാ എനിക്ക് വിശ്വാസമില്ല. ഒരു 2 ആഴ്ച കൂടെ സമയം തരണം. വെബ് തുറക്കാനും ഇമെയിൽ അയക്കാനും ഒക്കെ ആളുകൾ ഈ അറിഞ്ഞിറങ്ങി. കമ്പ്യൂട്ടർ കട തുടങ്ങിയ പിന്നെ മനുഷ്യന് മനസ്സിലാവാത്ത ചില ജാട ഭാഷകൾ താൻ ഉപയോഗിക്കുന്നുണ്ട്. അത് എന്റെ അടുത്ത് വേണ്ട. ചേട്ടാ അത് പോയി 2-3 എടുത്തോ. തൽക്കാലം പലിശക്ക് എത്രയും മതി. അല്ല ഇത്ര നിസ്സാര കാശിന് വേണ്ടി പുഷ്കരാശൻ ഇത്ര ഹീനമായ കാര്യം ചെയ്യുക. നിസാര കാശോ? എടോ ശശാങ്ക, രൂപ വേണ്ട, ഒന്നും പറയണ്ട. എത്ര രൂപയാണെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ ഈ ശശാങ്കൻ തന്നിരിക്കും. പുഷ്കരാശൻ ധൈര്യമായിട്ട് വെക്കോ, ഞാനല്ലേ പറയുന്നത്. ഇത് അവസാനത്തെ ചാൻസാ. ഇനി എന്നെ ഇവിടെ വരുത്തരുത്. ചെല്ലി ചെല്ലി. അയ്യോ, എടാ ശശാങ്ക, 24 മണിക്കൂറിനകം എവിടുന്ന് കാശ് കൊടുക്കുന്ന? ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ബാംഗ്ലൂരിലെ യൂസഫ് ഇത് നമുക്ക് തന്നെ അയച്ചു തന്നത്. ഇതും കാശുമായിട്ട് എന്ത് ബന്ധം? പറയാം. 5 ഗേൾസ്, ബ്യൂട്ടിഫുൾ ഗേൾസ്. എടാ, ഇത് ഇന്റർനെറ്റിൽ കൂടി പുറത്തു വരാതിരിക്കാൻ 5 പേരെയും നമ്മൾ കാണുന്നു. 15,000 രൂപ വെച്ച് ചോദിക്കുന്നു. 5 × 15 75. 75-ൽ 20 നമ്മൾ പുഷ്കരാക്ഷേട്ടിന് കൊടുക്കുന്നു. ബാക്കി 55 നമ്മൾ അടിച്ചു പൊളിക്കുന്നു. അത് തീരുമ്പോ നമ്മൾ വീണ്ടും പെൺകുട്ടികളെ കാണുന്നു. 15 × 5 75. ബ്ലാക്ക് മെയിൽ അല്ലേ? ന്യൂഡ് ഫോട്ടോ കാണിച്ച് ബ്ലാക്ക് മെയിൽ. അത് ഇംഗ്ലീഷുകാര് തമാശക്ക് ഉണ്ടാക്കിയ വാക്ക്. നമുക്കിത് കളർ മെയില്. ഞാനില്ല ഈ നാണം കെട്ട ഏർപ്പാടിന്. വേണ്ട, ബ്ലേഡ് പുഷ്കരന്റെ കടവും കെട്ടിപ്പിടിച്ച് കിടന്നോ. ഞാൻ ഈ പടവും കയ്യിൽ വെച്ച് ടെലിഫോൺ വിളി തുടങ്ങാൻ പോവുകയാണ്. ബാംഗ്ലൂരിൽ നിന്നാ സംഭവം വന്നത്. അന്വേഷണം യൂസഫിൽ നിന്നും തുടങ്ങാം. ശശാങ്ക, ഇത് സംഗതി സീരിയസ് ആണ്. വീഡിയോ കടയും ഫോട്ടോ കടയും പോയതുപോലല്ല. പോലീസ് കേസാ, ഇത് വകുപ്പ് വേറെയാ. ഇതാണ് എന്റെ കുഴപ്പം. സ്ഥിരോത്സാഹമില്ല. പിന്നെ എങ്ങനെ നീ നന്നാകും? മോനെ നന്ദ, ഭാഗ്യദേവത പലർക്കും പല രൂപത്തിലാണ് വരുന്നത്. നമുക്കിതാ സെക്സ് ഫോട്ടോയുടെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. നീ അത് പുറംകാലം കൊണ്ട് തട്ടിക്കളയരുത്. എവിടെയായിരുന്നു മോളെ ഇത്രയും നേരം? ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ടമ്മേ, ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചു. അത് ശരി, ഞാൻ നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഫ്രണ്ട്സ് ഒക്കെ കഴിക്കാൻ കയറിയപ്പോ ഞാനും കഴിച്ചു. അത്ര തന്നെ. നീ ബാംഗ്ലൂരിൽ പോയതിനു ശേഷം ഭക്ഷണ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല. ദേ അവിടെ നിന്നേ, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. ചിലതോ?
വെറും ചിലതോ? അമ്മയ്ക്ക് എന്നോട് എത്രയോ സംസാരിക്കാനുണ്ടാവും. സംസാരിച്ചോളൂ. പഠിത്തം കഴിഞ്ഞ് നീ കൂടി വരാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. ദേ, കമ്പനിയിൽ എന്നെ സഹായിക്കാൻ വരണം. ഓ, അപ്പൊ അതാണ് കാര്യം. സീരിയസ്, വെരി ഇമ്പോർട്ടന്റ്. അമ്മേ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ? നോക്ക്, എനിക്ക് വയ്യാണ്ടായിരിക്കുന്ന ഈ കമ്പനി ഭരണം. ഒന്നാമത് ഇതിനെ കുറിച്ച് ഒരു ചുക്കും അറിയാൻ വയ്യ. എന്തൊക്കെയോ ഷെയർ പിരിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അവിടെ. കഴിഞ്ഞ 20 കൊല്ലം ഭരിച്ചിട്ടും പഠിച്ചില്ലേ? ഛേ, മോശം. അമ്മയ്ക്ക് അറിയില്ലെങ്കിൽ എന്താ? അതിനല്ലേ അമ്മയുടെ പുന്നാര ആങ്ങൾ അവിടെ ഉള്ളത്. രാജമാമ ക്ലവർ, എഫിഷ്യന്റ് ആൻഡ് വെരി കോൺഫിഡന്റ്. അമ്മേ, ഒരു 2 മാസം ഞാൻ എന്റെ ഹോം ടൗണിൽ ഒന്ന് ചെത്തിക്കോട്ടെ. അത് കഴിഞ്ഞ് കമ്പനിയോ ഷെയറോ ഏത് ഗുലാബ്സാനോ ആണെങ്കിലും ദേ ഇവിടെ വെച്ച് തന്നോളൂ, ഞാൻ ഏറ്റു.